ഹൈ കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു മെഗാ നടീലുമായിട്ടാണ് വന്നത് കേട്ടോ. അപ്പൊ ഞാൻ നടുന്നത് എ എ ടു സെഡ് വരെ എന്ന് പറയല്ലോ, അത് ഞാൻ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. ഞാൻ വിളവെടുപ്പ് കാണിക്കുമ്പോ ഓരോരുത്തർ പറയും നടീൽ എങ്ങനെയുണ്ട്, എന്ത് വളം ഇടുന്നതൊക്കെ ചോദിക്കലുണ്ട്. അപ്പൊ ഇന്ന് ഞാന് കുറേ പച്ചക്കറികൾ നടുന്നുണ്ട്. നടുന്ന് മാത്രമേ ഉള്ളൂ ട്ടോ. മുളച്ചിട്ട് പോലും ഇല്ല. അപ്പൊ തുടക്കം മുതലേ ഇങ്ങളെ കാണിക്ക. അതുപോലെ ഇങ്ങക്കും നടാലോ. എന്റെ നടീല് കാണിക്കണംന്ന് കുറേ പേര് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞാ അത് പ്രചോദനായിട്ട് നിങ്ങൾ നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളെ കാണിക്കുന്നത് ട്ടോ. എന്നാ വരി നമുക്ക് പച്ചക്കറി വിത്താണ്. വിത്ത് നടാലോ. തൈയൊന്നും ആയിട്ടില്ല ട്ടോ. വിത്ത് തന്നെ ഞാൻ എങ്ങനെയാ പാകുന്നതൊക്കെ ഇങ്ങളെ കാണിച്ചു തരാം. എന്നാ വരി. എന്താ പച്ചക്കറി ഇവിടെ ഞങ്ങൾ നടാൻ ഉദ്ദേശിച്ചതൊക്കെ നന്നാക്കി വന്ന് ഇവിടൊക്കെ നന്നാക്കി ഇവിടെ എത്തി. കൊറേ ഉണ്ടല്ലോ പച്ചക്കറി നടാന്. പിന്നെ വെണ്ട, പയറ്, മത്തന്, ചീര, എത്ര ഉണ്ട്, കുറ്റിപ്പയറ് എല്ലാം ഇന്ന് നടുകേ ഉള്ളൂ. നട്ട് നനച്ച് പോവും. വെള്ളത്തിലിട്ടിട്ടൊന്നുമില്ല, അപ്പാടങ്ങ് നടുക. കാരണം വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് നടാൻ കഴിഞ്ഞില്ല, ഈ കുടുങ്ങി വിചാരിച്ചിട്ടാണ് ഇടാതെ നിൽക്കുന്നത്. എനിക്ക് അങ്ങനെ കുറേ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നെല്ലാം നടാൻ വേണ്ടി ഇങ്ങനെ പുല്ലൊക്കെ പുല്ലെല്ലാം പോക്കിയിട്ട് അങ്ങനെ ചെയ്ത്. നിങ്ങളൊക്കെ എങ്ങനെയാ പച്ചക്കറി നടല്? ബീൻസ് ഇത് മരുന്ന് മുക്കിയതാ കിട്ടുന്നത്. മരുന്ന് മുക്കിയതായതുകൊണ്ട് നമ്മൾ പിന്നെ അതിലൊരു പണി എടുക്കണ്ട. പിന്നെ എല്ലാവർക്കും സംശയം ഉണ്ടാവും, ഇത് വെള്ളത്തിൽ കുത്തി വെച്ചുകൂടെയോ, എന്നാൽ ചീർത്തിട്ട് നട്ട് പെട്ടെന്ന് ഉണ്ടാവും. അപ്പം എൻ്റെ അനുഭവം പറയട്ടെ. ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ നമുക്ക് ഇത് ചീർത്തുണ്ട്. രണ്ടാം ദിവസം നമ്മൾ നടാൻ നമുക്ക് ഒഴിവില്ലെങ്കിലുണ്ടല്ലോ അത് ചീഞ്ഞു പോവും. അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് നടുക. എന്നാൽ പിന്നെ അതിന് പരാതിയില്ല, ചീഞ്ഞു പോകുന്ന കേസൊന്നുമില്ല. നനച്ചു കൊടുക്കണോ, പിന്നെ മുളക്കുന്ന 2 ദിവസം കഴിയുന്നല്ലേ ഉള്ളൂ, നമുക്ക് അങ്ങ് സഹിക്കാം. അല്ലാതാവൂല. നിങ്ങളൊക്കെ എങ്ങനെ നടുന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ കൂടെ കൃഷി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ എന്നെ പോലത്തെ വീട്ടമ്മമാർ. അവർ നട്ടത് എന്തൊക്കെയെന്നൊക്കെ പറയണം കേട്ടോ. ഞാൻ ഒരു വടിയെടുത്ത് കുഴിച്ചിട്ട് ഒരു ചെറിയ കുഴി 2 വെച്ചങ്ങ് നടത്ത. നല്ല നനവുണ്ട് കേട്ടോ. വടിയൊന്നും വേണ്ട, കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തന്നെ മതി. വടിയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാ. വടി വേണ്ട, കാരണം അത്രക്കും ഞാൻ കൊത്തി നേതാക്കി. ഇത് ഉണ്ടായിക്കാണാൻ നല്ല രസമാണ്. എനിക്ക് അങ്ങനെ ഉണ്ടായിക്കാണെന്നാ അപ്പം എൻ്റെ ഇഷ്ടം. ഇത് തീരണമെങ്കിൽ 2 വെച്ച് എന്നെ നടണം. കുറ്റിയ ഓൽക്ക് 2 കൂടി വളർന്ന് വരുമ്പോൾ കെട്ടിപ്പിടിച്ചെങ്കിൽ മുന്നോട്ട് ഇങ്ങനെ പൊന്തി വന്നാലുണ്ടല്ലോ പെട്ടെന്നൊന്നും അങ്ങ് ചാഞ്ഞു പോകൂല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാൻ ഈ ബീൻസൊക്കെ വിളവെടുക്കാൻ തുടങ്ങിയിട്ടോ. ഇതൊക്കെ എൻ്റെ 2ാം ഘട്ടാ. ബീൻസൊക്കെ വിളവെടുക്കാൻ തുടങ്ങി. ഇനി ചീര പാകുക. ചീര 2 പച്ചച്ചീര ഉണ്ട്, ചുവന്ന ചീര ഉണ്ട്. ഇത് ചുവപ്പ. ചുവന്ന ചീര പാകി നോക്കട്ടെ. കുടുങ്ങൂരായിരിക്കും. നമ്മൾ വിത്ത് വാങ്ങുമ്പോൾ നമുക്ക് തിരിയൂര ഏതാണ് എന്നുള്ളത്. നമ്മൾ പാകി ആളായി വരുമ്പോൾ തിരിയൽ. എനിക്കൊരു കൊല്ലം പരാജയപ്പെട്ടു പോയി. ഞാൻ പാകി നോക്കുമ്പോൾ ഒന്നിനും പറ്റാത്ത ചീര. 4 സ്ഥലത്ത് ഞാൻ പാകി. എന്താ ഉള്ളാവോ അതിലുണ്ടാവുമോ അല്ലേ എന്നുള്ളതൊന്നും. ഈ ഭാഗത്ത് പച്ചക്കറി കൃഷി ആദ്യമായിട്ടാ. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് പറഞ്ഞുകൂടാ. നമുക്കും നിങ്ങൾക്കും ഒരേപോലെ ആകാംക്ഷയോടെ നോക്കി കാണാം എന്താവും എടുത്ത് എന്നുള്ളത്. നല്ലോണം നോക്കും, ആക്കാൻ ഞാൻ തയ്യാറാ. അപ്പോൾ ചീര കഴിഞ്ഞ് ബീൻസ് കഴിഞ്ഞ് ഇനി കുറ്റിപ്പയർ ഇതാ. കുറ്റിപ്പയർ ശരിക്കും പാകി കൊടുക്കലാണ്. 3-4 വെച്ചിട്ട് അങ്ങ് നടാം. ഉണ്ടാകുന്നത് ഇവിടെ ഞാൻ കുറ്റിപ്പയർ നടുന്നത് ആദ്യം എന്തായിരുന്നു അറിയോ? ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് കപ്പ നട്ട സ്ഥലമായിരുന്നത്. കപ്പ ആളായി വന്ന് നോക്കുമ്പോൾ കേടോട് കൂടിയാ വരുന്നത്. ഇലൊക്കെ ചുരുണ്ടിട്ട് പിന്നെ നമ്മൾ നിർത്തിയിട്ട് കാര്യമുണ്ടോ? ഞാൻ ആ പറച്ചങ്ങ് ചാടിക്കഴിഞ്ഞു. ചാടി എടക്കോ വലിച്ചെറിഞ്ഞു പിരാന്ത് കളിക്കുന്നത് കണ്ടപ്പോ. ഇനി ആ സ്ഥലത്ത് കുറ്റിപ്പയർ നടട്ടെ. ഇനി എന്താവുന്നുള്ള അറിയില്ല. കുറ്റിപ്പയറും അങ്ങനെ തന്നെ ചതിക്കോ അറിയില്ല.
പൂള കപ്പ പൂള പറഞ്ഞാലേ ചിലർക്ക് തിരിയുള്ളൂ. ഒക്കെ എന്നെ ചതിച്ച് എന്നെ നമ്മളെല്ലാം നട്ടാല് എല്ലാം ഉഷാറാണെന്ന് വാശി പിടിച്ചിട്ട് കാര്യമല്ലല്ലോ. നീളം പയറ് നടുക ഇനി അടുത്ത നീളം പയറാ. നീളം പയറ് നല്ല വെയിലുള്ള സ്ഥലം നോക്കി നടുക. ഇവിടെ അങ്ങ് നടാന്ന് വിചാരിച്ച്. ഈ ഷെഡ് ഞങ്ങൾ പണിയായുധങ്ങളൊക്കെ വെക്കുന്ന ഷെഡാ. അപ്പോ ഇവിടെ ഈ മുറ്റം ഇപ്പൊ ഇവിടെ അങ്ങനെ മുറ്റൊന്നും വേണ്ടല്ലോ, നമുക്ക് കൃഷി എടുക്കാൻ വേണ്ടിയല്ല ഈ സ്ഥലം വാങ്ങിയത് തന്നെ. ഇപ്പൊ നല്ല വെയില. ആ വെയിലിന് ഇപ്പൊ ഇവിടെ അങ്ങ് കുറ്റിപ്പയർ നടാ വിചാരിച്ചു. അവിടെ ഇവിടെ ഒരു കോട്ടിലുത്തിക്കോട്ട് കയറ് കെട്ടി കൊടുത്താൽ ഭയങ്കര പ്ലാനിങ്ങാ. വിജയിക്കും അറിയില്ല. എന്നാ ഞാൻ കൊറേ നട്ട് ഓരോ കുയില് 4 വീതം വിത്തൊക്കെ ഇട്ടെടുത്തിട്ട് അങ്ങ് നട്ടാല് ഇതൊക്കെ ഞമ്മക്കാവും. അതിനിപ്പോ ആണുങ്ങളൊന്നും വേണമെന്നില്ല. ഇതെന്താ അറിയോ, ഇത് മാങ്ങിഞ്ചിയാ. ലോഡ് കണക്കിന് മാങ്ങിച്ചിട്ട് ഇവിടെ കൊത്തി നോക്കുമ്പോ കൊത്തി പറിച്ച് നോക്കുമ്പോ അച്ചാറിടാൻ ബെസ്റ്റാ. പക്ഷെ നമുക്ക് വേണ്ടത് ആർക്ക് വേണമെങ്കിലും ഇത് ചാക്ക് കണക്കിന് കൊടുക്കും. ഇത് ഒരു തൈ ഉണ്ടായാൽ കുടുങ്ങിയത് തന്നെ, പിന്നെ ഒന്നും മാറൂല. വളക്കൂറുള്ള മണ്ണാണെങ്കിൽ നോക്കിയും വേണ്ട. അപ്പൊ 1 2 3 4 5 6 7 കുഴി ഇവിടെ ഉണ്ടാക്കാം. നിങ്ങളൊക്കെ എങ്ങനെയാണ് നടല് എന്നുള്ളതൊക്കെ പറയണം കേട്ടോ. പണിക്കാരെ വിൽക്കലാണോ, ഇങ്ങനെ എന്നെ പോലെ സ്വന്തം ചെയ്യുന്നുണ്ടോ? ഇതിനൊന്നും അധികം വേണ്ട. നമുക്ക് നട്ട് പൊങ്ങി 2 4 പരിവാകുമ്പോ മാത്രമേ ഞങ്ങള് വളം ഇടുന്നുള്ളൂ കേട്ടോ. ഇപ്പൊക്കെ മുളക്കാനുള്ള ഒരുക്കങ്ങൾ മാത്രം. ഇവിടെ ഡ്രാഗൺ നട്ടിട്ടുണ്ട്. ഡ്രാഗൺ കണ്ടോ, ഇത് വേര് പിടിച്ചതിന് ശേഷം കൊണ്ടുവന്ന് നട്ടതാണ്. നട്ടിട്ട് 1 മാസമായി, ഒരനക്കുമായില്ല. ഇനി എപ്പാണ് ഇതിന് തളിരി വരിക എന്നുള്ള അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ നട്ടത്, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ വേര് വന്നാരെയാണ് നട്ടത്. കണ്ടോ, ഈ ഡ്രാഗൺ ഭയങ്കര ഇഷ്ടം ഉണ്ടായി കാണും. ഓരോരുത്തരടുത്ത് ഇങ്ങനെ തൂങ്ങി ഉണ്ടായി കാണും. എന്തൊരു ഉഷാറാ. ഇത് കാപ്പിയാ. ഇത് കാപ്പി നട്ടത്. കാപ്പിച്ചെടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാട്ടോ കാപ്പി. ഞാൻ കാപ്പി നിറച്ച് കായ്ച്ച കാപ്പി മത്തായി ചെടി കാണിച്ചു. ഒക്കെ അവിടെ ഉണ്ട്. കാണാത്തവർക്ക് ഞാൻ ഏലം കാണിച്ചു വെക്കുമ്പോ ഏലം കാണാത്തവരേ ഉള്ളൂ. ഏലം കാണാത്തതെന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിയ ഏലല്ല കേട്ടോ. ചെടിയും കായ് ഉണ്ടായതും കാണാത്തവർ. അതുപോലെ കാപ്പി കാണാത്തവരുണ്ട്. ഞാൻ കാപ്പി കാണിച്ചു തരാം. ഇത് മഴ ഇപ്പം 2 ദിവസമായിട്ട് പെയ്ത് കഴിഞ്ഞാണ്, അതുകൊണ്ട് ഉറപ്പില്ല കേട്ടോ. ഉറപ്പില്ല. നല്ല സുഖമുണ്ട് എടുക്കാൻ. ഈ ഷൂവും കൂടി ആകുമ്പോ പേടിക്കും വേണ്ട. അങ്ങനൊക്കെ കുറെ ഗുണങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് കുത്തി. ഇതൊന്നും പോരാ, കൊറേ സ്ഥലമാണ്. അതിനാത്രം വിത്തുണ്ട്. എല്ലൊന്നും നടൂല, അതിനാവൂല. ഇത്രേ നടുന്നുള്ളൂ. ഒരു പേര് അവിടെ ഉണ്ട്, അവിടെ നടും. ഇത്രേ ഉള്ളൂ. വിത്ത്. ഇനി മത്തൻ്റെ നടാ. വിത്താക്കി അവർ തരുമ്പോ കളറ് നടട്ടെ. 4 എണ്ണം വെച്ച് നടും. വിത്ത് നല്ല വിത്താ. ഇടത്തെ കൈകൊണ്ടൊക്കെയാ, അത് സാരാക്കണ്ട. 4 എണ്ണം വെച്ചിട്ട് അങ്ങനെ നട്ടാലേ നട്ടാ മാത്രം പോലെ ഇപ്പൊ നനക്കാലോന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ നമുക്ക് കൃഷി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ആവൂ കേട്ടോ. അല്ലാത്തവർക്ക് ഇത് മല മറിക്കുന്ന പണിയാ. ഇതിനൊരു താല്പര്യം വരാനുണ്ട്.
ഞാനൊരു കൃഷിക്കാരന്റെ മോളായതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം അടുക്കള പണിയേക്കാൾ ഇഷ്ടം പുറത്തിറങ്ങി കൈക്കോട്ട് തിന്നതാ. പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഓരോന്ന് കൊത്തി പറിച്ചുണ്ടാക്കാനാ. എന്നിട്ട് വിളവെടുക്കുക, എന്നിട്ട് ഓരോരുത്തർക്ക് വിതരണം ചെയ്യുക. ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാ. പയറ് നല്ല ഉഷാറാവട്ടെ. എല്ലാം നിങ്ങളെ കാണിക്കും കേട്ടോ. അത് മുളച്ച് വരുന്നതൊക്കെ എത്രാം ദിവസം മുളക്കുന്നുള്ളതൊക്കെ നമുക്ക് ഇതൊരു പാടായിക്കോട്ടെ, കൃഷിപ്പാടം. എന്തൊക്കെ എത്രാം ദിവസം മുളക്കും, എന്തെല്ലാം വളം ചെയ്യണം ഒക്കെ അറിയാം ഇതിലൂടെ. ഞാടെ കൂടി നടട്ടെ, നനക്കുക. ഒന്ന് നനച്ച് പോവാഞ്ഞാലേ സ്പോട്ടിൽ തന്നെ ഇത്ര മതി. ഒക്കെ ആളായിട്ട് മതിയല്ലോ കുറേ വെള്ളമൊക്കെ. ബാലൻസ് ഒക്കെ തെറ്റുന്നുണ്ട്, എല്ലാ പണിയും കൂടിയായി. ഇങ്ങനത്തെ പാട്ടൊക്കെ നിങ്ങൾ കണ്ടുകണോ? ഇത് റബ്ബറിന് പാലെടുക്കുന്നതായത്. ഇവിടെ റബ്ബറൊന്നും ഇല്ല കേട്ടോ, ഇവിടെ കണ്ടത് കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. എല്ലാം ഇങ്ങനെ നനച്ചു കൊടുത്താലേ. ഇതൊക്കെ ഇപ്പം മഴവെള്ളം കേട്ടോ, മഴവെള്ളം സംഭരിച്ചതാ. ഓട്ടുമൽ പാത്തിയിലൂടെ വന്നിട്ട് വെള്ളം കണ്ടോ, വാഴ ഉഷാറായിട്ടുണ്ട്. ഇത് നല്ല വെയിലുള്ള സ്ഥലവുമാണ്. ഇനിയൊക്കെ ഇതിന് നനച്ചു കൊടുക്കേണ്ടി വരും തോന്നുന്നു. ഈ വാഴ വെക്കാനൊന്നും ഒരു അധ്വാനവും ഇല്ല. വാഴ എന്തൊരു എളുപ്പത്തിൽ നടാന്നറിയോ? കുഴി ഇങ്ങോട്ട് കുഴിക്കുക, എന്നിട്ട് കന്ന് കൊണ്ടുപോയി നടുക. കന്ന് കൊണ്ടുപോയി ഞാൻ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മുളച്ച് വന്നിട്ട് നമ്മളിങ്ങനെ മണ്ണ് കൂട്ടിക്കിട്ടാൽ മതി. വാഴയ്ക്ക് പിന്നെ വളമൊക്കെ വേണം കേട്ടോ. ഈ നേന്ത്രവാഴ ആണെങ്കിൽ ഭയങ്കര നോട്ടം നോക്കാം. ഇത് നേന്ത്ര എല്ലാം തോന്നി, ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയ കന്നാണ്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഒരു വാഴ നട്ടം എന്തെല്ലാം ഗുണമുണ്ട്. വളർന്നു വരുമ്പോൾ ഈ നീല പറ്റൂല തന്നെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ കുലച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂമ്പ് നമുക്ക് വേണം. വെട്ടിക്കഴിഞ്ഞാൽ പഴം കിട്ടും, കായ് കിട്ടും. പിന്നെ കാമ്പ് നല്ലൊരാവശ്യത. വാഴൻ്റെതൊന്നും നാരാക്കി എടുക്കുക. അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഒരു 10 വാഴക്ക വെക്കാം ഉറപ്പായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനും വേണം ഒരു താല്പര്യം. വേണ്ടോ എൻ്റെ വാഴ എങ്ങനെ ഉണ്ട്? ഉഷാറല്ലേ? വളർന്ന് വരുന്നത് കണ്ടാലുണ്ടല്ലോ നമുക്ക് നടാനൊരു താല്പര്യ. എനിക്കെപ്പം കൊല കൊത്താണ്ടാവും. ഞാൻ ഒന്നായിട്ട് കച്ചവടക്കാരെ പോലെ അങ്ങനെയൊന്നും ഞാൻ കൃഷി എടുത്തില്ലെങ്കിൽ നമ്മക്ക് എപ്പോൾ സ്റ്റോർ റൂമിൽ പഴുത്ത് വേണം. പണിയെടുത്ത് തളരുമ്പോൾ ഒന്ന് തിന്നാൻ. നമുക്ക് വിഷമില്ലാത്ത തിന്നൂടെ? അങ്ങനെ ആകുമ്പോൾ എന്തെല്ലാം ലാഭം ഉണ്ടെന്ന് അറിയോ? ഒന്നാമത് നമുക്ക് നല്ലൊരു ഉന്മേഷം. അങ്ങനെയൊക്കെ പണിയെടുക്കുമ്പം തന്നെ ശരീരത്തിന് നല്ലൊരു ആയാസമാണ്, നല്ല ആരോഗ്യമാണ്. പിന്നെ നമുക്ക് പണം ലാഭിക്കാം, പൈസ കൊടുത്ത് ഒന്നും വാങ്ങണ്ടല്ലോ. പിന്നെ ഇതുകൊണ്ട് എത്ര നേരം കഴിയും, വലുതായി കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നല്ലതാ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ കൃഷി എടുത്ത് ഇങ്ങനെ നല്ല തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ആ ദിവസം തന്നെ. പിന്നെ ഒരു കാര്യമുണ്ട്, കുരങ്ങന്മാരുള്ള ആ സ്ഥലത്തൊന്നും പറ്റൂല കേട്ടോ. എന്തോ ഭാഗ്യത്തിന് കുരങ്ങന്മാർ ഞങ്ങൾ അവിടെ അല്ല, ഇവിടെ ഇപ്പം കണ്ട് പേടിയാകുന്നുണ്ട്. ഇതുവരെ അക്രമം കണ്ടില്ല. അക്രമം കണ്ടു. ഇന്ന് ഞങ്ങൾ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തെങ്ങുമ കയറിയിട്ട് ഒരിളനി പൊട്ടിച്ച് കുടിച്ച് ഇളനി താഴിട്ട് ഞങ്ങളെ കണ്ണുകൊണ്ട് ഞങ്ങൾ നേരിട്ട് കണ്ടു. എന്നിട്ട് ഒറ്റ പോക്കങ്ങ് പോയി. എല്ലാവരും ഇങ്ങനെ പറയും കുരങ്ങ് ഉപദ്രവിക്കും. ഞാനറിയും, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളെ ഭാഗത്ത് അങ്ങനൊന്നും ഇല്ലേറ്റ്. കുരങ്ങ് ഒരു സാധനം വെച്ചേക്കൂരാന്ന കേൾവിയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കണ്ട്. ഇതാ നട്ടത്, ലാസ്റ്റ് നട്ടതൊന്ന് കാണിച്ചു തരുന്നു. അതാ കണ്ടില്ലേ? അതാ ഇവിടെ ഇതെല്ലാം ഞാൻ നട്ടതാ. അഭിപ്രായം പറയണേ, കുറച്ചും കൂടി വിട്ടു വേണ്ടിയിരുന്നു എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം നടൽ, എന്ത് അഭിപ്രായം പറഞ്ഞാലും ഞാൻ സ്വീകരിക്കൂ. എന്താ ഇവിടെ
നീളം പയറ് കുറ്റിപ്പയറ് എല്ലാം നട്ടിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ വാഴയുണ്ട്. ഇതാ വാഴ ആളാവുമ്പത്തിനേക്ക് ഏതായാലും നന്നാക്കി എടുക്കണം ഈ സ്ഥലം. അപ്പൊ പിന്നെ പച്ചക്കറിയൊക്കെ നട്ടാ നല്ല വളക്കൂറുള്ള സ്ഥലം ആയതുകൊണ്ട് ഇതെല്ലാം ഞാൻ നട്ടതാ. ഇതാ ഇവിടെയാണ് ബീൻസ്. ഞാൻ കൊത്തി ഇളക്കി ഇത് നനച്ചില്ല കേട്ടോ. ഇവിടെ കൊത്തി ഇളക്കുമ്പോ തന്നെ ഉണ്ട് നല്ലൊരു നനവ്. ഇതാ ഇവിടെ ഇതാ എന്റെ പിന്നെ കപ്പ നട്ടിട്ട് ഒഴിവാക്കിയത് പാർച്ചങ്ങ് ചടി എന്ന് പറഞ്ഞില്ലേ. ഇവിടെ നന്നാക്കാൻ കഴിഞ്ഞില്ലതാ. എപ്പവും പണിയെടുക്കാനൊന്നും കഴിയില്ല. നമുക്ക് കുറച്ചേ എടുക്കാനാവുള്ളൂ. ഇതെല്ലാം എടുത്ത് ഞാൻ തളർന്ന് തളരും. എന്നും ഞാൻ കൃഷി എടുക്കുന്നുണ്ട്, എന്നാലും എനിക്ക് കൈക്കോട്ട് തൊട്ടാ തളർച്ച. മുളക് ഇവിടെ വെച്ചതേന്ന്. മുളകിന്ന് പറിച്ച് വീഡിയോ പിടിക്കാൻ കഴിഞ്ഞില്ല. അതിന് മുമ്പേ പറിക്കലിഞ്ഞ്. ഇവിടെ പയറ്, നീളം പയറ്. ഇതെന്താന്നറിയോ? ഇതാണ് സാമ്പാർ വെക്കുന്ന ആഫ്രിക്കൻ ചീര. എന്താ പേര് ഇതിന്? നല്ല സ്മെല്ലാ. ഇത് ഒന്ന് തോട്ടത്തിൽ ഉണ്ടായാ മതി, പിന്നെ അങ്ങോട്ട് ഉണ്ടാവരുതാ. ദീമെന്ന് വിത്ത് മുളച്ചതാ. ഇവിടെ ഒക്കെ ഇതൊക്കെ കണ്ടില്ലേ. ഞാൻ കുറച്ച് ഇവിടുന്ന് പറിച്ച് താമസിക്കുന്നിടത്ത് കൊണ്ടുപോയി നട്ടു. സാമ്പാറിൽ ഞാൻ ഇതാ ഇടുക. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടത്? അപ്പൊ എന്റെ കൃഷിയൊക്കെ ഇന്നത്തെ കണ്ടല്ലോ. എന്റെ പച്ചക്കറി നട്ടതെല്ലാം കണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ മുന്നിലൂടെ എല്ലാം കാണിക്കുന്നത്. അത് കണ്ട് താല്പര്യം ഒരു പ്രചോദനമായിട്ട് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട് വന്ന് പച്ചക്കറി നട്ട് നല്ല വിഷരഹിത പച്ചക്കറി ഫ്രഷായത് നമ്മളെ മക്കളെ തീറ്റിക്കാലോ. അങ്ങനെ ഒരാൾ വീട്ടമ്മ വിചാരിച്ചാൽ മതി, ആ വീട് മൊത്തം ഉഷാറും. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വ്യാപിച്ച എല്ലാ ലേഡീസും, കേരളം മൊത്തം ലേഡീസും കൃഷിയിലോട്ട് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ലൈവായിട്ട് നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ എടുക്കുന്ന കൃഷികളിൻ്റെ വിളവെടുപ്പ് എൻ്റെ എല്ലാം ഞങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.